നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ഗണേശ ഭഗവാൻ നന്മയുടെയും സർവൈശ്വര്യ സമൃദ്ധികളുടെയും അധിദേവനായ ഗണേശ ഭഗവാനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും തുടക്കമാണ് ഗണേശൻ. ഗജത്തിൻ്റെ മുഖം, അതായത് ആനയുടെ മുഖം, അഹങ്കാരരാഹിത്യത്തെയും ബുദ്ധിയെയും സൗമ്യതയെയുമാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഇളകുന്ന മനസ്സാണ് ഗണേശവാഹനമായ മൂഷികൻ. മനുഷ്യൻ്റെ ചഞ്ചലമായ ആഗ്രഹാഭിലാഷങ്ങളെ അത് സൂചിപ്പിക്കുന്നു. ഇളകുന്ന മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് ഗണേശ ഭഗവാന്റെ വാഹനമായ എലി. വിഘ്നമാകുന്ന മഹാമേരുവിനെ വരെ തുളച്ചു കടക്കും. എത്ര വലിയ മഹാമേരുവിനെ പോലും എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനെ ഇങ്ങനെ ചോർന്ന് കാർന്ന് അതിന് തുളച്ചു കയറി ആ വിഘ്നം അകറ്റാൻ മൂഷികന് സാധിക്കുമത്രേ. ദേവന്മാരുമായി കലഹിച്ച് ഭൗമാന്തർഭാഗത്തേക്ക് തിരോഭവിച്ച അഗ്നിയാണത്രേ മൂഷികൻ. ദേവന്മാരുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ അവിടുന്ന് കലഹിച്ചിട്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് ഭൂമി തുരന്ന് കടന്ന അഗ്നിയാണത്രേ മൂഷികൻ. ശിവനാണത്രേ ഈ അഗ്നിയെ വീണ്ടെടുത്തത്. ഭീമാകാരം പ്രപഞ്ചത്തെയും ഗജരൂപം സൗമ്യതയെയും തെറ്റുകൾ ക്ഷമിക്കുന്ന പ്രവണതയെയും അതേസമയം വേണ്ട സമയങ്ങളിൽ മത സംഹാർത്താവായി മാറാനുള്ള കായിക ശേഷിയെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. വളഞ്ഞ തുമ്പിക്കൈ ഓങ്കാര സൂചകം, അതായത് പ്രണവ മന്ത്രമാണ്. ആദി ശബ്ദമാണ് പ്രണവം. വക്രതുണ്ഡം എന്നറിയപ്പെടുന്ന തുമ്പിക്കൈ ദേവനാഗരിയിലോ തമിഴിലോ ഓം എന്നെഴുതുന്നതിനോട് സാമ്യമുള്ളതും തുമ്പിക്കൈയുള്ള ആനത്തല പോലെ ഇരിക്കുന്നതുമായ ഒരു വേദാന്തിക്ക് ആവശ്യമായ വിവേകവും ത്യാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധിയുമാണ് തുമ്പിക്കൈ പ്രദാനം ചെയ്യുന്നത്. എല്ലാം സഹിക്കാനുള്ള, എല്ലാം ത്യജിക്കാനുള്ള, എല്ലാം മനസ്സിലാക്കാനുള്ള വിവേകബുദ്ധിയുണ്ട്. എല്ലാം ത്യജിക്കാനുള്ള സഹനശക്തിയുണ്ട്, ത്യാഗമുണ്ട്. വൻമരങ്ങൾ പിഴുതെടുക്കാനെന്ന പോലെ ചെറിയ തേങ്ങ ഉടയ്ക്കാനും നിലത്ത് വീണ സൂചി എടുക്കാനും ഈ തുമ്പിക്കൈ ഉപയോഗിക്കുന്നു. ഉടച്ച തേങ്ങയ്ക്കകത്തുള്ള മൃദുവായ കാമ്പെടുക്കാനും ഇതേ തുമ്പിക്കൈ ഉപയോഗിക്കുന്നു. ഒടിഞ്ഞ കൊമ്പ് സർവപ്രപഞ്ച നിയമങ്ങളെയും ഉല്ലംഘിക്കാനുള്ള പ്രവണത സൂചിപ്പിക്കുന്നു. പ്രപഞ്ചമെന്നത് തന്നെ ഗണേശനും ഗണേശൻ തന്നെ സർവപ്രപഞ്ചവുമാണ്. പിന്നെ പ്രപഞ്ച നിയമങ്ങൾക്കും നിബന്ധനകൾക്കും പരിമിതികൾക്കും പ്രസക്തി എവിടെ? പ്രപഞ്ചമേ ഭഗവാനാണെങ്കിൽ പിന്നെ ഇതിന് എന്തെങ്കിലും പ്രപഞ്ച നിയമങ്ങൾക്ക് ഭഗവാന്റെ മുന്നിൽ പ്രസക്തിയുണ്ടോ? അസുരനോട് യുദ്ധം ചെയ്യാനും മഹാഭാരതം എഴുതാനും ഇതേ കൊമ്പ് തന്നെയാണ്. ഒടിഞ്ഞ കൊമ്പ് കൊണ്ടാണ് വേദവ്യാസൻ പറഞ്ഞ മഹാഭാരതം മുഴുവൻ എഴുതിയത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് സംഹാരവും സൃഷ്ടിയും ഒരേ സമയം തന്നെ നടത്താൻ ഈ കൊമ്പിന് കഴിയുമെന്നത് തന്നെ മഹാത്യാഗത്തിൻ്റെ പ്രതീകമാണ് ഗണപതി ഭഗവാന്റെ ദന്തം അല്ലെങ്കിൽ കൊമ്പ്. കയ്യിലെ ആനത്തോട്ടി അങ്കുശം മനുഷ്യനെ നേർവഴിക്ക് നടത്താനുള്ള ഉപാധിയും. മോദകം സ്വയം കണ്ടെത്തലിൻ്റെ കൊതിയൂറുന്ന മാധുര്യമാണ്. എപ്പോഴും മോദകം കൈപ്പിടിച്ചിട്ടിരിക്കും. അത് സ്വയം കണ്ടെത്തലിൻ്റെ കൊതിയൂറുന്ന മാധുര്യമാണ്. പാശമാവട്ടെ ലൗകിക ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ബന്ധങ്ങളും അവ മൂലമുള്ള ബന്ധനങ്ങളുമാണ്. ഇപ്പോൾ കയ്യിലിരിക്കുന്ന അങ്കുശം അതുപോലെ തന്നെ തോട്ടി ഓരോന്നിൻ്റെയും സൂചനയാണ് ഇവിടെ പറയുന്നത്. കരിമ്പ് കണ്ടെത്താനും കരിമ്പ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താനും അറിയാനും ക്ലിഷ്ടതയുള്ള അനശ്വര പ്രപഞ്ച സത്യത്തെയും അത് അറിയുമ്പോൾ അനുഭവിക്കുന്ന മാധുര്യത്തെയും സൂചിപ്പിക്കുന്നു. ആ തോല് പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആ നീര് ചവച്ച് അതിലെ ആ നീര് ഊറ്റെടുത്ത ചണ്ടി പുറത്ത് കളയുമ്പോഴേക്കും ആ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ, അതായത് ചൂർന്നെഴഞ്ഞ്
വളരെ കഷ്ടപ്പെട്ട് കടിച്ച് ചവച്ചാൽ മാത്രമാണ് ആ നീര് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ കരിമ്പിൻ നീരിൻ്റെ ആ മാധുര്യം കണ്ടെത്താനുള്ള ആ ശ്രമം അത് അതിൻ്റെ എന്തിലേക്കും ചൂഴ്ന്നിറങ്ങാനുള്ള കഴിവിനെയാണ് കാണിക്കുന്നത്. 2 അഭയവരദഹസ്തങ്ങൾ യഥാക്രമം സംരക്ഷണത്തെയും വരദാനത്തെയും സൂചിപ്പിക്കുന്നു. അഭയഹസ്തങ്ങൾ: 1, നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം നൽകും, നിങ്ങൾ എന്ത് വരം ചോദിച്ചോളൂ ആ വരം ഞാൻ തന്നിരിക്കും എന്നുള്ളതാണ് അഭയവരദഹസ്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അസുരവധോദ്യുക്തനാകുമ്പോൾ തന്നെ, തിന്മയെ ഉന്മാലനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ ആ ധരിക്കുന്ന ഖഡ്ഗം, ചക്രം, ശൂലം, കുന്തം തുടങ്ങിയുള്ള സമരായുധങ്ങൾ ഗണപതിയുടെ വിവിധാവതാരങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ഒന്നിൽ വാളാണെങ്കിൽ ഒന്നിൽ വേറൊന്നായിരിക്കും, ഒന്നിൽ അഗ്നികുണ്ഡമായിരിക്കും. ഇപ്പോൾ ഓരോ പ്രാവശ്യവും ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ആയുധങ്ങളായിരിക്കും സമരായുധങ്ങൾ. ഖഡ്ഗമാവാം, ചക്രമാകാം, ശൂലമാവാം. ഇവ കൂടാതെ രത്നചഷുകം, മധുചഷകം, കൽപ്പവൃക്ഷശാഖ, താമര, പുസ്തകം, മുള്ളങ്കി, വീണ ഇവയൊക്കെ ധരിക്കുന്നതായുള്ള വിവിധ ഗണപതി സങ്കല്പങ്ങളുണ്ട്. ഓരോ ഗണപതിയുടെ 32 ഭാവങ്ങളാണുള്ളത്. ഓരോ ഭാവത്തിലും ഓരോരോ ശാഖകളെയാണ് കയ്യിൽ പിടിച്ചിരിക്കുക. ചിലത് രത്നചഷകമായിരിക്കും, ചിലപ്പോൾ മധുചഷകമായിരിക്കും, ചിലപ്പോൾ കൽപ്പവൃക്ഷത്തിൻ്റെ ഒരു കമ്പായിരിക്കും, അല്ലെങ്കിൽ താമരയായിരിക്കും, ഗ്രന്ഥമായിരിക്കും, ചിലപ്പോൾ മുള്ളങ്കിയോ വീണയോ മൃദംഗമോ എന്തെങ്കിലും കയ്യിൽ ധരിച്ചിട്ടുണ്ടാവും. എല്ലാ ശാസ്ത്രങ്ങളുടെയും മേലാളായ പാർവതിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പം മന്ത്രശാസ്ത്രത്തിൻ്റെ അധീശൻ തന്നെ ഗണപതിയാണ്. ഗണപതി ദേവിയുടെ സർവ്വ അനുഗ്രഹങ്ങളും കിട്ടിയ പുത്രനാണ് ഗണപതി ഭഗവാൻ. അതിൽ ഒന്നാമനും കൂടെയാണല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാ ശാസ്ത്രതന്ത്രങ്ങളുടെയും എല്ലാ മന്ത്രശാസ്ത്രത്തിൻ്റെയും അധീശൻ ഗണപതിയാണ്. അതിനാൽ ഗണപതിയെ പാർവതീനന്ദനായിട്ടാണ് അറിയപ്പെടുന്നത്. ജ്ഞാനമാകുന്ന ശിവന് സ്വന്തം ശാഖയായ പാർവതിയിൽ ഉത്ഭവിച്ചതാണ് ഗണപതി. ഉച്ഛിഷ്ട ഗണപതി, നൃത്ത ഗണപതി, സങ്കടഹര ഗണപതി, ശക്തി ഗണപതി, അങ്ങനെ ഗണപതിയുടെ പേരുകൾ വളരെയുണ്ട്. ഇതെല്ലാം ലൗകിക ദുരിത ദൂരീകരണത്തിനും സമ്പത്തിനും പ്രശസ്തിക്കും വളരെ വിശേഷപ്പെട്ട ധ്യാന രൂപങ്ങളാണ്. എത്രയോ ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ഓരോരോ ഭാവത്തിലാണ് ഇരിക്കുന്നത്. പഴവങ്ങാടിയിലെ ഗണപതി ആ ഭാവമായിരിക്കില്ല മള്ളിയൂരുള്ളത്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാവമായിരിക്കില്ല കൊട്ടാരക്കരയിലേത്. അപ്പം തീർച്ചയായും എല്ലാവർക്കും എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.